Dear friends, welcome to my channel Simplify Your Life with Us. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് ഹൈലൈറ്റ് ആണ്. ശ്രേയയുടെയും ശ്രീകാന്തിൻ്റെയും വെഡ്ഡിംഗ്. എൻ്റെ ഫ്രണ്ട് മഞ്ജുവിൻ്റെയും ഹരികുമാർ ചേട്ടൻ്റെയും മകളാണ് ശ്രേയ. അപ്പം ശ്രേയയുടെ കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ. കല്യാണം നടന്നത് അനശ്വര ഓഡിറ്റോറിയം, മുട്ടം, ഹരിപ്പാട്. മഞ്ജുവും ഞാനും വളരെ വർഷത്തെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. മഞ്ജുവിൻ്റെ അമ്മയും അനിയത്തിയുമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടാലോ. ശ്രേയയുടെ പ്രീ വെഡ്ഡിങ് സെലിബ്രേഷൻ്റെ ഒരു റീല് ഞാൻ ഇട്ടിരുന്നു. ഒരുപാട് പേർക്ക് ആ റീൽ ഇഷ്ടമായിരുന്നു. ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെഡ്ഡിങ് ഹൈലൈറ്റ്സിൻ്റെ വീഡിയോയും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി. തന്നെയല്ല, മഞ്ജുവും ഞാനും ബയോഷനി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇന്ന് പലരും പല സ്ഥലങ്ങളിലാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പം അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒന്നും കൂടെ മഞ്ജുവിനെയും മഞ്ജുവിൻ്റെ മകളുടെ കല്യാണവും കാണാമല്ലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം കല്യാണത്തിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിതം തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു വീട് വളരെ അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള മഞ്ജുവും രാജീവും ഞങ്ങൾക്ക് 3 പേർക്കും വീടായിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ വൈകുന്നേരം എന്നും ചർച്ചാ വിഷയം ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാമെന്നായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് വീട് വളരെ അത്യാവശ്യമായിരുന്നു. അപ്പം ഞാനെന്നും അവരോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം വേണ്ട ഒരു കിണറാണല്ലോ. അപ്പോൾ കിണർ കുത്തുന്നതിന് വേണ്ട എല്ലാ ലേബർ സപ്പോർട്ടും എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന മഞ്ജു ആണ്.
നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. അതുകൂടാതെ എൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടന്നു. എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. എൻ്റെ അച്ഛൻ്റെ അടക്ക സമയത്ത് മഞ്ജു തിരക്കിൻ്റെ ഇടയിലും എൻ്റെ അടുത്ത് വന്ന് എനിക്കൊരുപാട് ആശ്വാസമേകി എന്നോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തു. അതൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോട് സ്മരിക്കുന്നു. അതുകൂടാതെ ഇതൊരു മഞ്ജുവിൻ്റെ ഹാർഡ് വർക്കിൻ്റെ സെലിബ്രേഷൻ കൂടിയാണ്. അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തൊരു കുട്ടിയാണ് മഞ്ജു. കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. മഞ്ജുവിനും ഫാമിലിക്കും, അതായത് മഞ്ജുവിന് ശ്രേയ കൂടാതെ ഒരു മോള് കൂടിയുണ്ട്, ദിയ. അപ്പം ദിയയുടെ ജീവിതവും നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഞ്ജുവിനും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ സൗഹൃദം ഇന്നും നിലനിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ഏതൊരു നല്ല അവസരങ്ങൾ മഞ്ജു എനിക്ക് മെസ്സേജുകൾ അയക്കാൻ മറക്കാറില്ല. ഇത്രയും വർഷമായിട്ടും ഞങ്ങളുടെ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. ഓരോ കടന്നുപോയ ടഫ് ടൈമിലും നമ്മളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ.